ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലാബ് സ്കൂൾ. ഇന്ന് നമ്മൾ ഹോം സ്കൂളിംഗ് ലെസൺസിൻ്റെ ഭാഗമായിട്ട് ഷേപ്സിനെ കുറിച്ചിട്ടാണ് ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചെറിയ കുട്ടികളെ ഷേപ്സുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ സർക്കിള്, സ്ക്വയർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ഷേപ്പൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിലുപരി അത് എന്തിനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, എന്തിനായിട്ടാണ് നമ്മൾ കുട്ടികളെ ആ ഒരു ഷേപ്സ് പഠിപ്പിക്കുന്ന സമയത്ത് കണക്ട് ചെയ്യിപ്പിക്കേണ്ടത് എന്നും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക്. ഷേപ്സുകൾ എന്താണെന്നറിയോ? എന്താണ്? ഇല്ല, എനിക്ക് കുറച്ചൊക്കെ അറിയാം, പറഞ്ഞ നല്ലതാണ്. അപ്പൊ ആദ്യം ഷേപ്സുകൾ എന്താണെന്ന് അറിയാം അല്ലെ? എന്തൊക്കെ ഉണ്ട്? സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട് എന്നൊക്കെ അറിയാം അല്ലെ? അപ്പൊ നമ്മൾ കുട്ടികളോട് നമ്മൾ ആദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഷേപ്സ് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ഈ ഷേപ്സിന്റെ ഇങ്ങനത്തെ കട്ടൗട്ട്സൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഹോം സ്കൂളിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫിറ്റ് ചെയ്യിപ്പിക്കുന്ന പിന്നെ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് ഈ സ്ക്വയറും ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. മോനെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അപ്പോൾ ഇത് പിന്നെ സർക്കിൾ ആണ്, ഇത് സ്ക്വയർ ആണ്, ഇത് സ്ക്വയർ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഷേപ്പുകളൊക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ടോ? എവിടെ കാണുന്നു? എന്ത് കല്ലോ? എവിടെ റൗണ്ടില് കല്ല്? ലോട്ടസില് റൗണ്ടിലുള്ള കല്ലൊക്കെ കാണലുണ്ട്. ഓക്കെ. പിന്നെ വേറെ നമ്മൾ വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ കാണലുണ്ടോ? എന്താ? നമുക്ക് അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഈ സർക്കിൾ ഷേപ്പിലുള്ള കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ഫൈൻഡ് ചെയ്താലോ? ഒന്ന് കണ്ടുപിടിക്കാൻ പോയാലോ? ഓക്കെ, റെഡിയാണോ? ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ വണ്ടിയിൽ ഈ സർക്കിൾ ഷേപ്പിലുള്ള ഒരു തിങ്സ് ഉണ്ട്. അത് നോക്കാം, വണ്ടിമുക്ക് ഇങ്ങനെ നോക്കാം. അത് വണ്ടിമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു വീൽ എന്താണ്? ഈ സർക്കിൾ ഷേപ്പിലാണ് ഉള്ളത് അല്ലെ? അപ്പൊ ഈ പിന്നെ ഒരു കാറിന് 4 വീലുണ്ട്. 4 എന്താണ്? ഈ ഒരു സർക്കിൾ ഷേപ്പിലാണ് ഉള്ളത് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് വേറെ സർക്കിൾ ഷേപ്പിലുള്ള കുറച്ച് സാധനങ്ങൾ കണ്ടെത്തിയാലോ? ഓക്കെ. ഇനി നമുക്ക് ഇതേപോലെ സർക്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനം നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കാം. എന്താണത്? ബോൾ അല്ലേ? ഇതെന്താണ്? ബോൾ എന്താണ്? ശരിക്കും സർക്കിൾ ഷേപ്പിലാണുള്ളത് അല്ലേ? ഇതിപ്പോ ഒരു പിന്നെ ടോപ്പാണ്. മൂടി. അതെന്താണ് ഷേപ്പ്? സർക്കിൾ. ഓക്കെ, റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ സർക്കിൾ. സർക്കിൾ എന്നാ പറഞ്ഞാൽ അതിച്ചാ. സർക്കിൾ. പിന്നെ വേറൊരു സാധനം ഞാൻ സർക്കിളിൽ കാണിച്ചിട്ട് ഇവിടെ നമ്മുടെ വീട്ടിലുള്ള ആ ക്ലോക്ക് നോക്ക്. അതന്നെ, റൗണ്ട് അല്ലേ? സർക്കിൾ ഷേപ്പിലാണ് ഉള്ളത് അല്ലേ? അത് നമ്മള് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഏത് ഷേപ്പിലാണുള്ളത്? അല്ലേ? സർക്കിൾ ഷേപ്പിലാണുള്ളത് അല്ലേ? ഓക്കെ. നമ്മൾ എന്തിനാണ് ഈ ഷേപ്പുകളൊക്കെ പിന്നെ മനസ്സിലാക്കുന്നത്? എന്തിനാ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്? എന്തിനാ ഷേപ്പിനെ കുറിച്ച് അറിയണത്? ശക്തി വരാനോ? ഇവിടെ പിന്നെ നമ്മളിങ്ങനെ ഈ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ കയ്യേറ്റുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യുമ്പോൾ ഫൈൻ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ആവാനാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതാണ് കൈ നല്ല ശക്തി വരും എന്നൊക്കെ പറയാറുണ്ട്. അതാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു തരട്ടെ എന്തിനാണിത് ആദ്യം ഈ ഷേപ്പുകളൊക്കെ എന്തിനാ ആദ്യക്ക് പറഞ്ഞു തരുന്നത്, എന്തിനാണ് ആദ്യക്ക് എന്തിനാ പഠിച്ചിരുന്നത് ഞാൻ പറഞ്ഞിട്ടെ. ഇപ്പോ ഏതൊരു സാധനം ആദ്യന്റെ വീട്ടിലും ആദ്യന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും ആദ്യം ഒരു കാർക്ക് കയറിയാലും ഒക്കെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഷേപ്പുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ഷേപ്പിലെ സാധനങ്ങൾ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയത്. ആദ്യം ഇപ്പൊ നോക്കിക്കോ, അതിപ്പോ ഇരിക്കുന്ന ഈ ടേബിള്, ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടേബിളാണ്. സ്ക്വയർ ഷേപ്പിലുള്ള ടേബിളും കിട്ടും.
ഇനി സർക്കിൾ ഷേപ്പിലുള്ള ടേബിൾ കിട്ടും. ഇനിയിപ്പോ ഒരു മൂടി, ആ മൂടി മൂടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്യണം, അപ്പോഴേ അത് മൂടി മൂടാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ബോൾ കളിക്കുന്നൊക്കെ ആദ്യം ബോൾ കളിക്കലില്ലേ, ബോൾ കളിക്കില്ലേ, ബോൾ കളിക്കുന്ന ഈ സാധനം ഈ ഷേപ്പിലാണെങ്കിൽ ആദ്യം ഈ ബോളേജ് അടിക്കാൻ കഴിയുള്ളൂ. ബോൾ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോണെങ്കിലൊക്കെ ഈ ഒരു ഷേപ്പ് വേണം. അപ്പൊ നമ്മൾ ടോയ്സ് എടുക്കുകയാണെങ്കിൽ ആ ടോയ്സിന് പല ഷേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടോയ്സ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ നോക്കിയാല് ആദ്യം വീടൊക്കെ നോക്കിയാൽ എല്ലാം ഓരോ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നൊക്കെ നമ്മളെ ബോർഡ് നോക്ക്, അതിനൊരു ഷേപ്പ് ഉണ്ട്. നമ്മൾ ഇരിക്കുന്ന കസേരക്ക് ഒരു ഷേപ്പ് ഉണ്ട്. നമുക്ക് ഇരിക്കാൻ പാകത്തിൽ, നമ്മൾ ഇരിക്കാൻ പാകത്തിൽ ഈ സാധനങ്ങളൊക്കെ ഓരോ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിക്കെന്താ മനസ്സിലായത്? എന്തിനാ നമ്മൾ ഷേപ്പുകൾ പഠിക്കുന്നത്? എന്തിനാ നമ്മൾ ഷേപ്പുകൾ പഠിക്കുന്നത്? എല്ലാ ഷേപ്പും ആ കാറുമ്മല് ആ കാർ ഉണ്ടാക്കിക്കുന്നത് ഓരോ ഷേപ്പ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? ഒരു വീട് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ഷേപ്പ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? അപ്പൊ അതിനൊക്കെ അത് മനസ്സിലാവണം. ആദ്യം ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഇതിൽ ഏതൊക്കെ ഷേപ്പ് ഉണ്ട് എന്നൊക്കെ ആദ്യം അറിയാം. അപ്പൊ പിന്നെ ആദ്യക്ക് ഓരോ ഷേപ്പുകളിൽ ഒരു സാധനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ ഷേപ്പിനെ കുറിച്ച് അറിയണ്ടേ? അത് ചിലപ്പോ ഒരു കാർഡ്ബോർഡൊക്കെ വെട്ടിയിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അത് എങ്ങനെ വെച്ചാലാണ്, ഏത് ഷേപ്പ് വെച്ചാലാണ് വീട് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് അറിയണ്ടേ? അതിനാണൊക്കെ നമ്മൾ എന്ത് ചെയ്യണത്? ഷേപ്പുകൾ പഠിക്കുന്നത്. അപ്പൊ എല്ലാ സാധനവും അതിന് പുറത്തിറങ്ങുമ്പോഴും എവിടെ പോയി നോക്കുമ്പോഴും ഒക്കെ ഓരോ ഷേപ്പ്, എന്തൊക്കെ ഷേപ്പിലാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയെന്ന് നോക്കണം. ഓക്കെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, കുറേ ഷേപ്പുകളൊക്കെ ആദ്യം ഇപ്പൊ അവന് സ്ക്വയറും സർക്കിളൊക്കെ ചിലപ്പോൾ ഇത് റെക്റ്റാങ്കിളൊക്കെ ചിലപ്പോൾ മാറാം. കാരണം പിന്നെ അതിന് കുറച്ച് ലോങ് സൈഡിലാണ് ഉള്ളത്, ഷോർട്ടാണ് ഒരു സൈഡ് എന്നൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് ഓർമ്മയില്ലാതൊക്കെ വരാം. പക്ഷെ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ഒബ്ജക്റ്റ് കാണുമ്പോഴും ഒക്കെ അവരോട് ഇത് പിന്നെ സ്ക്വയർ ഷേപ്പിലുള്ളതാണ്, ഇത് പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പ് കണ്ടില്ല, അതിൻ്റെ 2 സൈഡ് കണ്ടില്ല, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഓരോ ഷേപ്പും കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കുമ്പോൾ എന്തിനാണ് കുട്ടികൾ പഠിക്കുന്നത് എന്ന് കുട്ടികളെ അറിയാറുള്ളത്. പിന്നെ ആ പഠിച്ച കാര്യം നമ്മളെ ജീവിതത്തിലേക്ക്, അതായത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പം അങ്ങനെയാണ് കുട്ടികൾ ഓരോന്നും പഠിക്കേണ്ടത്. കാരണം കുട്ടികൾ കാണുന്ന വിഷ്വൽസിനെ കുട്ടികൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കുന്ന തരത്തിൽ വേണം കുട്ടികൾ ഈ ഷേപ്പുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഷേപ്പുകളെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. കാരണം കുട്ടികളുടെ ഒരു ഫ്യൂച്ചറിലും കുട്ടികൾക്ക് അത്തരം ഒരു കഴിവുകൾ ഉണ്ടായി വരാൻ അല്ലേ, നമ്മൾ ഓരോ സാധനങ്ങളും ഓരോ ആൾക്കാർ കണ്ടെത്തിയതല്ലേ, അതൊക്കെ ഇങ്ങനെ ആ ഫിറ്റ് ആവുന്ന തരത്തിൽ അതിനെക്കുറിച്ച് കുട്ടികൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് അത് പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും ഫിറ്റ് ആവുന്ന തരത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ സർക്കിളാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തത് അല്ലേ. ഈ പിന്നെ ശരിക്കും സ്ക്വയറും റെക്റ്റാങ്കിളും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു കൊടുക്കാനുണ്ട്, ട്രയാങ്കിൾ പഠിപ്പിച്ച് കൊടുക്കാനുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ പിന്നെ അങ്ങനെ കൂടെ തന്നെ ഒപ്പം തന്നെ നമ്മളത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൻ്റെ കോർണറിനെ കുറിച്ചിട്ടും ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ പിന്നെ റെക്റ്റാങ്കിളും സ്ക്വയർ ഷേപ്പും തമ്മിലുള്ള ലോങ് സൈഡും ഷോർട്ട് സൈഡിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഷോർട്ടായിട്ട് വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കുറേ ഒന്നും പറയാനില്ലല്ലോ. പിന്നെ അവരെന്ത് ചെയ്യും, പിന്നെ അവരുടെ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് മറ്റ് ഷേപ്പുകളെ കുറിച്ചിട്ട് അവർക്ക് ആഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ടിവിറ്റികളും കൂടി ചെയ്യിപ്പിക്കണം. അതും കൂടി ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്യിപ്പിക്കുക, അതിന് മൂടിയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യിപ്പിക്കുക. ആ ഒരു ആക്ടിവിറ്റീൻ്റെ ഒരു പിന്നെ വീഡിയോ കൂടി അതിനോട് ചേർത്ത് വെക്കാം. പിന്നെ അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് രസകരമായ രീതിയിൽ നമ്മൾ ഷേപ്സ് പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ എവരിഡേ ലൈഫിലേക്ക് അത് കണക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവരായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഉള്ള പല സാധനങ്ങൾ കാണുന്ന സമയത്ത് ഓരോ ഷേപ്പിനെ അവർ പഠിച്ച ഷേപ്സിനെ അങ്ങനെ അതിലേക്ക് ഇങ്ങനെ പിന്നെ കണക്ട് ചെയ്തിട്ട് പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുട്ടികൾക്ക് അത് നന്നായിട്ട് മനസ്സിലാക്കാനും അവരുടെ ആ ഒരു ലൈഫിലേക്ക് അത് ഏറ്റവും യൂസ്ഫുൾ ആയി മാറാനും അവർ. മറ്റൊരു പിന്നെ കാര്യങ്ങൾ ചോദിക്കുകയാണ്,
അപ്പോൾ നിങ്ങളെ കുട്ടികളോട് പിന്നെ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളോട് എന്തിനാണ് ഷേപ്സ് പഠിക്കുന്നത് എന്നൊന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. അതിനുള്ള കമൻറ്റ് നമ്മൾ പറഞ്ഞ പോലെ കുട്ടികൾ മനസ്സിലാക്കിയിട്ടാണോ ടീച്ചേഴ്സ് കുട്ടികൾ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കുട്ടികൾ ആ ഒരു ഷേപ്സ് പഠിക്കുന്നതിലോ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കൂ. കമൻ്റായിട്ട് എനിക്കൊന്ന് റിപ്ലൈ തരൂ. പിന്നെ അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾ പിന്നെ അത്തരം കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് കുട്ടികൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചെറിയ ഒരു പിന്നെ ആക്ടിവിറ്റി വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ആഡ് ചെയ്യില്ല. കാരണം അത് യൂട്യൂബ് റിമൂവ് ചെയ്യും, കുട്ടികൾക്ക് അത്തരം ടൂൾസ് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഓക്കെ. രണ്ട് ചെറിയ കണ്ണ് പോലത്തെ രണ്ട് സർക്കിൾ വരച്ചൊക്കെ ഇവിടെ എങ്ങനെ, ഇവിടെ എങ്ങനെ, ഇവിടെ ഒരു ചെറിയൊരു മൂക്ക് ഇങ്ങനെ വരച്ചൊക്കെ. ശരിക്കും ഒരു പിന്നെ ഒരു ഷേപ്പ് കൊണ്ട് ആദ്യം എന്ത് ചെയ്തു, ഒരു ചിത്രം വരച്ചു ഇപ്പൊ അല്ലേ? അപ്പൊ ചിത്രം വരക്കാൻ എന്ത് വേണം? ഇപ്പൊ ചിത്രം വരക്കാൻ എന്ത് വേണം? ആദ്യേ ഷേപ്സിനെ കുറിച്ച് അറിയണം. ഓക്കെ. എന്താണ് ഞാൻ സർക്കിളിന് ഒരു കളറും കൂടി കൊടുക്കണം അല്ലേ? ഓക്കെ. Ma, ik heb dat.